ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ ചിക്കൻ മപ്പാസാണ് റെഡിയാക്കുന്നത്. നമ്മൾ ഓരോരുത്തരുണ്ടാക്കുന്ന ഫുഡിനും പലവിധം ടേസ്റ്റ് ആയിരിക്കില്ലേ? കാരണം എന്താ, നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന ആ ഒരു ചേരുവകൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഞാൻ മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ സവാളയും കൂടെ അങ്ങ് വഴറ്റിയെടുക്കും. മുളക് പൊടി അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ പൗഡറുകളും ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 കുഞ്ഞു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനും കൂടെ അങ്ങിട്ട് കൊടുത്തിട്ട് സെറ്റ് ആക്കുക. ഒരു 10-15 മിനിറ്റ് ഒക്കെ മതിയില്ലേ ചിക്കനൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിതാ ഇതുപോലെ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഇത് ആവശ്യത്തിനുള്ള മല്ലിയിലയും പിന്നെ നമ്മുടെ 1ാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തൂമിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ മപ്പാസിന്റെ റെസിപ്പി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയ വ്ളോഗൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.